ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ബീഫ് വരട്ടിയതിന്റെ റെസിപ്പി അന്വേഷിച്ചായിരുന്നു നോക്കായിരിക്കും. ഇത് വീഡിയോ ക്വാളിറ്റി ഒന്നും അത്ര പോരാ, എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി റെസിപ്പിയാണ്. ഇതിപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബിഗിനർക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടി പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തത് 1 കിലോ ബീഫ് ആയതുകൊണ്ട് തന്നെ 2 വല്യുള്ളി മതിയോ. അത് വലിയ സൈസുള്ള 2 വല്യുള്ളി, പിന്നെ 2 തക്കാളി, മീഡിയം സൈസുള്ള 2 തക്കാളി, 6 പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂട്ടാം, മീഡിയം ആണെങ്കിൽ 6 പച്ചമുളക് ധാരാളം. 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ ഒരു 20 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് വരുന്ന ഇഞ്ചിയും കൂടി ചതച്ച് ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കുക്കറിലേക്ക് വയ്ക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് മുഴുവനായിട്ടും കുക്കറിലേക്ക് മാറ്റുക. ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും 1 ടേബിൾ സ്പൂണ് മുറിച്ച് വെച്ച മുഴുവൻ പച്ചമുളകും ഇതിലേക്ക് ഇടുക. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഇടുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്. ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം 1-2 കൊന്ത് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഒന്നുകൂടി ഇളക്കി കുക്കറിൽ വെച്ചിട്ട് വേവിക്കണം. ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൂത്ത ബീഫാണെങ്കിൽ നമ്മൾ ബീഫ് വാങ്ങാൻ പോകുമ്പോൾ കടക്കാരോട് ചോദിക്കണം ബീഫിന് മൂപ്പുണ്ടോ എന്നുള്ളത്. മൂപ്പുണ്ടെങ്കിൽ ഒരു 8 വിസിലോളം വേണ്ടി വരും. ഇളയ ബീഫാണെങ്കിൽ 5 വിസിലാണെങ്കിൽ പോലും ബീഫ് നമുക്ക് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇവിടെ ബീഫിൻ്റെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് പീസ് വേറെ ആക്കുക. വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, കളയരുത്. അങ്ങനെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാൻ വെക്കുക, ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം 2 വലിയുള്ളി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ആ വലിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വലിയുള്ളി ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കറിവേപ്പില ഒരു 5 മിനിറ്റ് വഴറ്റുക. ചെറുങ്ങനെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാലൻസ് ഉള്ളത്, നേരത്തെ 1 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ബാലൻസ് ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി കുറച്ച് വഴറ്റിയ ശേഷം തക്കാളി കൂടി ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. തക്കാളി ഒരിക്കലും ഉള്ളിനേക്കാളും വേവ് കുറവുള്ള സാധനമാണ് തക്കാളി. അതുകൊണ്ട് ഉള്ളി ചേർക്കുന്ന സമയത്ത് തന്നെ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിനെ പൊടി പോലും പിന്നെ കാണാനുണ്ടായില്ല. അപ്പം ഉള്ളി ഒന്ന് വഴറ്റി ചെറിയൊരു കളർ ചേഞ്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ 2 കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. അപ്പം ഉള്ളി ഒരു റെഡിഷ് കളറായി വരും. ഉള്ളി ഒരു റെഡിഷ് കളറായ ശേഷം മാത്രം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ബീഫ് ഇതിലേക്ക് പൂർണ്ണമായിട്ട് ആഡ് ചെയ്യുക. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ബീഫിൻ്റെ വെള്ളം ഇതിലേക്ക് വയ്ക്കുക. ഇനി ഇത് അവിടെ കിടന്ന് കുറച്ച് നേരം വേകാൻ അനുവദിക്കുക. ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂണാണ് വ്യത്യാസം, ടേബിൾ സ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നേരത്തെ ഇട്ടത് കുറവാണെങ്കിൽ ആവശ്യമുള്ളത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യേണ്ടതാണ്. ഒന്ന് വേവാനതിനു ശേഷം നമ്മൾ 20 മിനിറ്റോളം മൂടി വെച്ചും ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തും വേവിച്ചെടുക്കും. അത് ആ വെള്ളം ഇപ്പം അതിൽ മുഴുവനായിട്ട് വെള്ളം ഉണ്ടാവും, ആ വെള്ളം നല്ലോണം വറ്റി വരണം. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുരുമുളക് പൊടിയിൽ നിന്നും 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം കൂടി ആഡ് ചെയ്യുക. പിന്നീട് കറിവേപ്പില ഒരു 2 കൊന്ത് കറിവേപ്പില എത്ര കൂടുതൽ അത്രയും നന്നാവും. 2 കൊന്ത് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളെ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്തായാലും ഇത് എൻ്റെ അവതരണമൊന്നും ഇത്ര നല്ലതല്ല എനിക്കറിയാം, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വർത്താം. ആർക്കും ഉണ്ടാക്കാം. നിങ്ങൾ ഫ്രഷ് ആണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും ആർക്കാണെങ്കിലും ഈ ബീഫ് വരട്ടിയത് എളുപ്പത്തിൽ ഉണ്ടാക്കാം.